പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ചോദിച്ചു, അയ്യു ലൈലിൻ ഖൈർ, ഏത് രാത്രിയാണ് അല്ലെങ്കിൽ രാത്രിയുടെ ഏതാണ് ഏറ്റവും ഉത്തമം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൗഫുഹു, രാത്രിയുടെ അവസാന ഭാഗമാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അടുത്ത ചോദ്യം സഹാബ ചോദിച്ചു, അയ്യു ഷഹരിൻ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? അപ്പോൾ നബി പറഞ്ഞു, ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം ആണ് എന്ന്. അതാണ് ഹദീസിൻ്റെ ആശയം. ഇത് മുഹദ്ദിസുകൾ പല രൂപത്തിൽ വിശദീകരിച്ച ഒരു ഹദീസാണ്. ഏത് രാത്രിയാണ് ഏറ്റവും അഫ്ളൽ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. റമദാനിൽ ഏറ്റവും നല്ല രാത്രി എന്ന് പറഞ്ഞാൽ അത് പറയും ലൈലത്തുൽ ഖദറുള്ള രാത്രിയാണ് ഏറ്റവും അഫ്ളലായത്. അപ്പൊ അതിന് താഴെയുള്ള അഫ്ളലാണ്, ശ്രേഷ്ഠമാണ്, ബാക്കിയുള്ള വിശദീകരണം നമ്മൾ അറിയണം. അപ്പോൾ പറയുമ്പോൾ ലൈലത്തുൽ ഖദറിനേക്കാളും മുമ്പിലല്ല, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അഫ്ളൽ ഏതാന്ന് ചോദിച്ചാൽ രാത്രിയുടെ അവസാന ഭാഗമാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണെന്ന ചോദ്യത്തിന് അത് മുഹറമാണെന്ന് പറയുമ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതിനെ വിശദീകരിച്ച് മുഹദ്ദിസുൽ പറഞ്ഞത് ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞിട്ട് ഏറ്റവും ഉത്തമം ഏതാണോ അതാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ് എന്നാണ്. അതോടൊപ്പം ഓരോന്ന് നബി പറയുമ്പോഴും ശ്രേഷ്ഠത പറയുമ്പോൾ ഒന്നിന് മറ്റൊന്നേക്കാളും ചില പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ച് മറ്റൊന്നിൻ്റെയും ശ്രേഷ്ഠത കുറവും വരില്ല. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ മുഹറം മാസത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ശ്രേഷ്ഠതയും പവിത്രതയും ഒക്കെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാസത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കാം. മുസ്ലിം ഉമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത്. പക്ഷെ മുഹറം മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അല്ലാഹു അറിയാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രണ്ട് കൂട്ടരെ ലോകത്തുള്ളൂ. ഒന്ന് ജൂതന്മാരും രണ്ട് ജൂതരുടെ സൃഷ്ടിയായ ഷിയാക്കളും. അവർ രണ്ടുമാണ് മുഹറം മാസത്തെ അതിവൈകാരികമായി ഉപയോഗപ്പെടുത്തി ലോകത്ത് നിലനിൽക്കുന്ന ആള്. രണ്ടും ഒരേ നാണയം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനിടയിലാണ്. അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അത് സ്വീകരിക്കുന്നവർ മുസ്ലിം ഉമ്മത്തും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളത് തിരിച്ചറിയണം. ഈ കാലത്ത് അറിയാൻ പറ്റും. ഇസ്രായേലിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഹറം മാസത്തില് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ പല വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതേ സെയിം മാറ്റർ തന്നെയാണ് ഇറാനിലെ ഷിയാക്കൾ നടത്തുന്നത്. രണ്ടും തുല്യാന്നാണ് പറഞ്ഞിടത്തും. അപ്പൊ നമ്മൾ ഒന്നില് കൂടുതൽ സന്തോഷിക്കുന്നതൊപ്പം മറ്റൊന്നിന് കൂടുതൽ ദുഃഖിക്കണ്ട എന്ന് നമ്മൾ തിരിച്ചറിയാം. കാര്യങ്ങൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉൾക്കൊണ്ടുള്ളതും സോഷ്യൽ മീഡിയയിൽ നിന്നോ അതല്ലെങ്കിൽ പത്രമാസികകളിൽ നിന്നോ ചാനലുകളിൽ നിന്നൊന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ സോഴ്സിൽ നിന്ന് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും തുല്യരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കൂട്ടര് ജൂതന്മാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊന്ന് ശീലിച്ച ആൾക്കാരാണ്. അപ്പൊ കൊല്ലുന്നതിൽ അവർക്ക് അറപ്പ് മാറിയവരാണ് ജൂതന്മാർ. അതുകൊണ്ടാണ് പിന്നെ ചെറിയ കുട്ടികളെ കൊല്ലാനൊന്നും മടിയില്ലാത്ത ആളുകൾ. പ്രവാചകന്മാരെ കൊന്ന് ശീലിച്ചുകൊണ്ട് അവർക്ക് തഴമ്പിച്ചു. ഇപ്പുറത്ത് മറുകൂട്ടരുണ്ട്, നബിയുടെ സഹാബത്തിനെ കൊന്ന് ശീലിച്ചവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഷിയാക്കളാണ്. ആലോചിച്ച് ഏറ്റവും തങ്കപ്പെട്ട മനുഷ്യനാണ്. നബിയുടെ രണ്ട് മകളെ വിവാഹം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെള്ളം പോലും കൊടുക്കാതെ കൊന്ന ഷിയാക്കള് അങ്ങനെ ശീലിച്ച് തഴമ്പ് വന്നവരാണ്. അപ്പൊ അവർക്ക് മുസ്ലിങ്ങളോടൊന്നും വലിയ സ്നേഹം ഉണ്ടാവില്ല എന്നർത്ഥം. നമുക്ക് വലിയ സ്നേഹം തോന്നിയെങ്കിലും വസ്തുത എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മുഹറം മാസത്തെ അവരെങ്ങനെ സമീപിക്കുന്നു എന്നത് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ബോധ്യപ്പെടും എന്നാ പറയുന്ന അർത്ഥം. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.